അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച പങ്കിനെ സംബന്ധിച്ച് ചില ചരിത്രവിരുദ്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി. അത് നോണ പറയുക മാത്രമല്ല, ഇവർ ഒരു നോണ ഫാക്ടറി തന്നെയാണ്. ഇവർ സ്വന്തമായിട്ട് നോണ ഫാക്ടറി ഉള്ളവരാണ്. ഇന്ത്യൻ അതങ്ങനെയാണല്ലോ പിടിച്ചു നിൽക്കണത്. ഈ നോണ ഫാക്ടറിയുടെ പുറത്താണ് ഈ നാളം അവസാനിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദി ഒരു അഭിമുഖത്തിൽ ഇവിടെ മാർക്സിസ്റ്റുകൾ, ഐഡിയോളജിക്കൽ കമ്മ്യൂണിസ്റ്റുകളാണ് ഞങ്ങൾക്ക് ഏറ്റവും അലോസരമുണ്ടാക്കുന്നത് എന്ന് നരേന്ദ്രമോദിക്ക് പറയേണ്ടി വന്നത്. ഈ രാജ്യത്ത് ഉയർന്നു വന്ന കർഷക സമരവും കർഷക തൊഴിലാളി സമരവും അതുപോലെ CAA-ക്കെതിരെ സമരവും 25 കോടി തൊഴിലാളികൾ അണിനിരത്തിയ തൊഴിലാളി സമരവും ഈ ജനവിരുദ്ധമായ എല്ലാ സമരങ്ങൾക്കും ആശയാടിത്തറ പകർന്ന് ആത്മവീര്യം പകർന്നു നൽകിയ ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. അത് അവസാനിക്കുന്നില്ല എന്ന കാര്യം നന്നായി ഓർത്തു വെക്കുക. ഈ ചരിത്രത്തിലെ പിശ എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ ഒന്ന് വഴിതിരിഞ്ഞു പോയി. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച പങ്ക് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞാൽ നേരം വെളുത്തിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അത് വേണ്ട. അപ്പോൾ ഒരു RSSകാരൻ്റെ പേര് പറഞ്ഞാൽ നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു RSകാരൻ്റെ പേര് പറഞ്ഞാൽ ജയിലിൽ കിടന്ന ഒരാളുടെ പേര് മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതെ നിങ്ങളുടെ ഊർജം പാഴാക്കാതെ നിങ്ങൾ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി പൊരുതാൻ പറഞ്ഞ ആളാണ് ഗോൾവൾക്കർ, സർസംഘ് ചാലക്, ഇവരുടെ രണ്ടാമത്തെ വിചാരധര എഴുതിയ ആള്. അതൊക്കെ ചരിത്രരേഖ, ഇതൊക്കെ പറഞ്ഞ് പോയിട്ടുള്ളതാണ്. ഇതൊക്കെ തേമാനം വന്നു പോയ ആരോപണങ്ങളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ പറയാതിരിക്കുകയാണ് ഇവർക്ക് നല്ലത്.